ആ വീട്ടുകാരൻ പറഞ്ഞു, ഉസ്താദേ ഖത്തം ദുആ ചെയ്യാനുണ്ട്. ഞാൻ ആ വീട്ടുകാരനോട് ചോദിച്ചു, ഒരു സാധുവായ മനുഷ്യനാണ്, അയാളോട് ഞാൻ ചോദിച്ചു എത്ര ഖത്തമാ ഓതിയത് എന്ന്. അയാൾ പറഞ്ഞു, ഉസ്താദേ 14 ഖത്തം ഓതിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, 18 ദിവസം കൊണ്ട് 14 ഖത്തം. എനിക്ക് വിശ്വാസം വന്നിട്ടില്ല, കാരണം നമ്മളെ മനസ്സ് കടുപ്പാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ഇത് നിങ്ങൾ ഒറ്റക്ക് ഓതിയതാണോ അല്ലെങ്കിൽ വീട്ടിലെല്ലാവരും കൂടി ഓതിയതാണോ? അയാൾ പറഞ്ഞു, ഉസ്താദെ കളിയാക്കണ്ട, ഞാൻ ഒറ്റക്ക് ഓതിയതാണ്. ഞാൻ ചോദിച്ചു, അപ്പോൾ ഓതാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയ? ഉസ്താദ് നിങ്ങൾ മിണ്ടാതിരിക്കാൻ, ഞാൻ ഈ റമളാനിന്റെ 1 മുതൽ ഓതാൻ തുടങ്ങിയതാണ്. ഈ റമളാനിന്റെ 1 മുതൽ ഓതാൻ തുടങ്ങിയതാണ്. റമളാൻ 18 ആകുമ്പോഴേക്ക് 14 തവണ ഖുർആൻ മുഴുവനും ഓതി തീർത്തു. ഞാൻ അന്ന് ഖത്തം ദുആയിരുന്നു, പക്ഷെ എനിക്ക് ഒരു ഉറപ്പില്ല, ഒരു വിശ്വാസമില്ല ഇയാൾ ഓതീന്. കാരണം അങ്ങനെ ഓതാൻ കഴിയുമെന്നാ ഞാൻ ചിന്തിച്ചത്, നിങ്ങളിൽ പലരും ഇപ്പോൾ ചിന്തിക്കുന്നത് പോലെ. അങ്ങനെ ആ സംശയം എനിക്ക് തീർന്നത് എപ്പോഴാണെന്നറിയാം, നമ്മുടെ സിറ്റിയിൽ ഒരു ഹിഫ്ള് ഖുർആൻ കോളേജ് ഉണ്ട്. ആ കോളേജിൽ കുന്നുങ്കയിലുള്ള റിഷാദ് എന്നു പേരുള്ള 13 വയസ്സുള്ളൊരു പൊന്നുമോൻ 8.5 മാസം കൊണ്ട് ഖുർആൻ മുഴുവനും മനഃപ്പാടമാക്കി. കുന്നുങ്കൈ ദൂരെയൊന്നുമല്ല, നമ്മുടെ തൊട്ടടുത്ത നാടല്ലേ. ആ കുന്നുങ്കയിലുള്ള റിഷാദ് എന്ന് പറയുന്ന 13 വയസ്സുള്ള പൊന്നുമോന് ആ നീർച്ചാലിലുള്ള ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ വെച്ചിട്ട് 8.5 മാസം കൊണ്ട് ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. പഠിച്ചതിന് ശേഷം അവനവന്റെ ഉസ്താദിന് അബ്ദുൽ ഖദീർ അസ്ഹരി എന്നു പേരുള്ളവന്റെ ഉസ്താദിന്റെ മുമ്പാകെ ആ ഓതി കൊടുക്കാൻ നിൽക്കുകയാണ്. ആ ഓത്തിന്റെ തുടക്കത്തിലും ആ ഓത്ത് അവസാനിപ്പിക്കുന്ന സമയത്തും ഞാൻ ആ പള്ളിയിൽ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ഉറപ്പോടുകൂടി പറയുന്നത്. ആ പൊന്നുമോൻ കാണാതെ ഓതി കൊടുക്കുകയാണ്. ഓത്തു തുടങ്ങിയത് എപ്പോഴാണെന്നറിയോ? സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് 5:50 ആ വിശുദ്ധമായ ഖുർആൻ കാണാതെ ഓതാൻ തുടങ്ങിയത്. എന്നാൽ ആ ഓത്തങ്ങനെ തുടരുകയാണ്. ളുഹർ കഴിഞ്ഞു, അസ്ർ കഴിഞ്ഞു, വൈകുന്നേരം 5:50 ആകുമ്പോഴേക്ക് ആ പൊന്നുമോൻ അവസാനമായി ഓതുകയാണ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്. ആ ഖുർആനിന്റെ അവസാനത്തെ സൂറത്തും കാണാതെ ഓതിക്കൊടുക്കുകയാണ്. ആ പൊന്നുമോന് ബാത്റൂമിലേക്ക് പോകാനുള്ള സമയം, ഭക്ഷണം കഴിക്കാനുള്ള സമയം, നിസ്കരിക്കാനുള്ള സമയം, ഈ സമയങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ അവൻ അത് ഓതാനുള്ള സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോ, അത് കൂട്ടി നോക്കിയപ്പോ 8 മണിക്കൂറും 35 മിനിറ്റും കൊണ്ടാണ് ആ ഖുർആൻ മുഴുവനും കാണാതെ ഓതിക്കൊടുത്തത്.